ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ. ലാവിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാരീസിൻ്റെ കളക്ഷൻസായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്യുവർ സിൽക്ക്, ലൈറ്റ് വെയ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ്. ഒരു 10,000 റേഞ്ചിലൊക്കെ വരുന്ന എല്ലാവർക്കും ഒരു ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഒരു വെഡ്ഡിങ്ങിന് പോകാനും ഫാമിലി തന്നെ വരുന്ന ഫംഗ്ഷൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ വരുന്ന സാരീസാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഇതുണ്ടോ, ഈ ഒരു പിസ്ത ഗ്രീൻ വിത്ത് പീകോക്ക് ബ്ലൂ ആണ്. നല്ലൊരു ഐവറി ഷെയ്ഡ് വിത്ത് പീകോക്ക് ബ്ലൂ, നല്ലൊരു അടിപൊളി ഡാർക്ക് പീകോക്ക് ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് കിങ് ഫിഷർ ബ്ലൂ ആണ്. ഇത് വന്നിരിക്കുന്ന നല്ലൊരു ബ്രിക്ക് റെഡ് വിത്ത് പേർപ്പിളാണ്. ഇതുണ്ടോ, നല്ലൊരു സീ ഗ്രീൻ വിത്ത് ബ്ലൂ ആണ്. പീകോക്ക് ബ്ലൂ. എല്ലാവരും വിചാരിക്കും എന്താ ബ്ലൂ കൊണ്ടുവന്നേന്ന്. എൻ്റെ ഫേവറേറ്റ് കളറാണ് പീകോക്ക് ബ്ലൂ. പക്ഷേ തന്നെ ഒരു ഗ്രീനാണ്. ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് ഉജാല ബ്ലൂവും പീകോക്ക് ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. ഇത് വന്നിരിക്കുന്ന നല്ലൊരു ഡബിൾ ഷെയ്ഡ് അടിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് 1 by 1 ആയിട്ട് കാണാം. ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് പ്ലസ് അതിൻ്റെ കൂടെ ഇതുണ്ട് ഒരു ഗോൾഡും സിൽവറും മിക്സ് ആയിട്ടാണ്. നമുക്ക് ഫുൾ സിൽവർ എന്ന് പറയാൻ പറ്റൂല. ഞാൻ ഒന്ന് എണീറ്റിക്കുക, എന്നാൽ കുറച്ചും കൂടെ പെട്ടെന്ന് കാണിക്കാൻ പറ്റുമല്ലോ. അതായത് കണ്ടോ, അടിപൊളി ഷെയ്ഡാണ്. അതായത് ഇതിൻ്റെ ഡബിൾ ഷെയ്ഡാണ് ഒരു ഗ്രീന്. വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഒരു 2 ടോൺ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനും പിന്നെ ഒരു പർപ്പിളും കൂടെ മിക്സായിട്ടാണ് ഇതിൻ്റെ 2 ടോൺ ഷെയ്ഡ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിൽവറാണ്. തിന്നായിട്ട് വരുന്ന ഒരു എന്താ പറയുക, വൈറ്റ് ഗോൾഡോ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു ഡയമണ്ട് നെക്ലേസ് മീൻസ് ഡയമണ്ട് പെൻഡൻ ചെയിൻസൊക്കെ നമുക്കിത് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പല്ലു പോർഷനാണ്. നിങ്ങൾ വിചാരിക്കും ഡയമണ്ട് ഉള്ളവർക്കേ ഈ സാരി ഉടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാനൊരു കോമ്പിനേഷൻ പറഞ്ഞാണ്. ചിലരൊക്കെ സാരി എടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഇതിന് ഏത് ഓർണമെൻറ്റ്സാണ് മാച്ച് വരുന്നതെന്ന്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞെന്നാണ്. പല്ലു പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുണ്ടോ, ഡാർക്ക് പേർപ്പിളിൽ വിത്ത് ബോർഡറായിട്ട് വരുന്ന സാരിയാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം ഇൻ ബിറ്റ്വീൻ 10,000 ടു ഇത് 11,000 ആണ്. 11,780 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസും ഇൻ ബിറ്റ്വീൻ 10,000 ടു 15,000 ആണ്. 10,000 15,000 ഇടയ്ക്ക് വരുന്ന സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് കാഞ്ചിപുരമാണ്, ലൈറ്റ് വെയ്റ്റ് സിൽക്കാണ്. എല്ലാം ഒരു നിയർലി 350 അല്ലെങ്കിൽ 400 grams ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതുണ്ടോ, ഈ ഒരു പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റൂല. ക്യാമറയിൽ എത്രമാത്രം കളറിന് എന്താ കാണാൻ പറ്റുന്നതെന്നും പറയാൻ പറ്റുന്നില്ല. ഇതുണ്ടോ, ബോഡി വന്നിരിക്കുന്നത് ഇത് കറക്റ്റ് ഫോൾഡിങ് ആവുന്ന രീതിയിലാണ് ഞാൻ ഓപ്പൺ ആക്കിയേക്കണത്. ഇതുണ്ടോ, നല്ലൊരു ഇന്നത്തെ സാരീസ് എല്ലാറ്റും ഒരു 2 ടോൺ ഷെയ്ഡാണ്. കണ്ടോ, ഒരു ഡബിൾ ഷെയ്ഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള കളറിനേക്കാളും ഡാർക്കായിട്ട് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലൈറ്റിൽ കുറച്ചും കൂടെ ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ ഡബിൾ ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് ഡബിൾ ഷെയ്ഡിലാണ് വന്നത്. 2 ടോൺ ഷെയ്ഡ് ഒരു നമുക്ക് ഡബിൾ ഷെയ്ഡ് തോന്നുമല്ലോ. ഇത് ഡാർക്ക് വാടാമല്ലി കളറിലാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വരുന്നതാണ്. ഒരു റോസ് ഗോൾഡ് ടൈപ്പ്, ഫുൾ സിൽവർ എന്ന് പറയാൻ പറ്റില്ല. ബോർഡർ വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പിൽ നമ്മളൊരു എന്താ പറയുക, തഞ്ചാവൂർ സാരീസിലൊക്കെ വരുന്നുണ്ടല്ലോ, തനി ചെട്ടിനാട് സാരീസിലൊക്കെ വരുന്ന ഒരു ബോർഡർ ടൈപ്പിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. പല്ലു പോർഷനും ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ ബ്ലൗസാണ്. ബോഡി ഫുള്ളും ഈ ഒരു സ്കാറ്റേഡ് ആയിട്ട് വരുന്ന പോലത്തെ കണ്ടോ. ഇതിൽ നോക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ സൂം ചെയ്യുകയാണെങ്കിൽ സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന വീവിങ് പാറ്റേൺ ആണ്. ഇതിൻ്റെ 2 ടോൺ ഷെയ്ഡ് കാണണമെങ്കിൽ ഇതിങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കാരണം ചില പട്ട് സാരീസൊക്കെ നമുക്ക് ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആവുമെന്നും മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന അടിപൊളി ഷെയ്ഡാണ് പീകോക്ക് ബ്ലൂ ആണ്. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്, മൈ ഫേവറേറ്റ് കളറാണ് പീകോക്ക് ബ്ലൂ. ഇതുണ്ട, നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇടുവാണെങ്കിൽ ശരിക്കും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ഈ കളറിൻ്റെ കാര്യത്തിൽ. കാരണം വെച്ചാൽ ഫോട്ടോസിലൊക്കെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന കളറ് പീകോക്ക് ബ്ലൂ ആണ്. ഇതിൽ ഡാർക്ക് ഉജാല ബ്ലൂ ആണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഇതുണ്ടോ, ഈ ഒരു വീവിങ് പാറ്റേൺ
ഈ ഒരു വീവിങ് പാറ്റേൺ ആണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത്. ബോർഡറും അതേപോലെ തന്നെ വീവിങ് പാറ്റേൺ. ജസ്റ്റ് ബോർഡർ സൂം ചെയ്യുകയാണെങ്കിൽ ഇതാണ് ബോർഡർ വന്നിരിക്കുന്നത്. ബോർഡർ. ബ്ലൗസ് പ്ലെയിൻ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന സെയിം തന്നെ കളർ ചേഞ്ച്. ഇതിൽ വന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ പല്ലു പോർഷനും ബോർഡർ വന്നിരിക്കുന്നത് ഡാർക്ക് ഉജാല ബ്ലൂവും ബോഡി വന്നിരിക്കുന്നത് പീക്കോക്ക്, ആ ഒരു പീക്കോക്ക് ബ്ലൂ ആണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഉജാല ബ്ലൂ, ഡാർക്ക് ഉജാല ബ്ലൂ ആണ് ബോഡി വന്നിരിക്കുന്നത്. അടിപൊളി ഷെയ്ഡാണ്. പീസസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കണ്ണൂരുള്ളവർക്ക്, മലബാറിലുള്ളവർക്ക് കണ്ണൂർ തളാപ്പ് AKG ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ്. വളരെ ഈസി ആയിട്ട് നമ്മളെ ഷോറൂമിൽ വരാൻ പറ്റും. AKG ജംഗ്ഷനിൽ എത്തിയിട്ട് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. ബോഡി ഫുൾ ഉജാല ബ്ലൂ. ഈ ഒരു കിങ്ഫിഷർ ബ്ലൂ ആണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. ബോഡി ഫുള്ള് ഈ ഒരു കോപ്പറും ലൈറ്റ് കോപ്പറാണ്, ഒരു റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്ന കോപ്പറും സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുണ്ടോ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു 3 ഇഞ്ച് ബോർഡർ, 2 ഇഞ്ച് മാക്സിമം ഒരു 2 ഇഞ്ച് ബോർഡറാണ്. നല്ലൊരു ഷെയ്ഡ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ സാരീസൊക്കെ പിടിക്കാൻ ഒരു പിടി മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. ഇതുണ്ടോ നമുക്കത് ക്യാമറയിലൊരു ഓറഞ്ച് പോലെ തോന്നും, പക്ഷേ നല്ലൊരു ബ്രിക്ക് റെഡിൽ ബാവഞ്ചി ടൈപ്പ് വരുന്ന ബോർഡറാണ്. ഇതുണ്ടോ മാറ്റ് ഫിനിഷ് ടൈപ്പിൽ വരുന്ന ബോർഡറും സിമ്പിളായിട്ട് വരുന്ന ബോർഡർ. ഒരു 1/2 ഇഞ്ചിൽ വരുന്നൊരു പൈപ്പിംഗ് മീൻസ് പൈപ്പിംഗ് പോലത്തെ ഒരു ത്രെഡ് മീൻസ് ആ ഒരു കളർ വീവിങ് ആണ്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വിത്ത് സിമ്പിൾ ബോർഡർ. അതായത് അധികം ബോഡി ഫുള്ള് ഈ ഒരു ബൂട്ട ഡിസൈനിൽ വീവിങ് പാറ്റേണിൽ അടിപൊളി സാരി. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 8,950 ആണ്. ഇതിൽ പെട്ടുപോയതാണ്. 8,950. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ വിത്ത് രാമ ഗ്രീൻ. നേവി ബ്ലൂവിൽ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ലൈനായിട്ടുണ്ടോ, ഫുള്ള് ഒരു സ്ട്രെയിറ്റ് ലൈനല്ല, ജസ്റ്റ് ഒരു ലൈൻ വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബോഡി ഫുൾ ഇതാണ് വന്നിരിക്കുന്നത്. ബോർഡർ വന്നിരിക്കുന്നത് ബാവഞ്ചി പാറ്റേണിൽ വരുന്ന ബോർഡറാണ്. നല്ലൊരു ഗ്രീനിഷ് ബ്ലൂവിൽ വരുന്ന രാമ ഗ്രീൻ എന്നാണ് ഇതിന് പറയുക. പല്ലു പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് ബോർഡർ. കാരണം വിത്ത് ബോർഡർ എല്ലാവരും ഇപ്പം വിത്തൗട്ട് ബോർഡറാണ് ട്രെൻഡ്. പക്ഷേ എന്നാലും കുറേ എല്ലാവരും പറയും കണ്ട് മടുത്തു, ബോർഡറുള്ള ടൈപ്പ് സാരി വേണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കസ്റ്റമർ ഇങ്ങനെ വരും. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെഡ്ഡിങ് സീസണാണ്. അപ്പോൾ വെഡ്ഡിങ് സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാരി കളക്ഷൻസാണ്. ഒത്തിരി സാരി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ലാവിസ് വിസിറ്റ് ചെയ്യണം. മറ്റ് ബ്രാൻഡഡ് ഷോപ്പിൽ പോകുന്നതിൻ്റെ കൂടെ തന്നെ ലാവിസിനെ മറക്കരുത്. ജസ്റ്റ് ഞങ്ങളുടെ കളക്ഷൻ ഒന്ന് തിരിച്ചറിയണം നിങ്ങൾ. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് ഹാൻഡ് പിക്ഡ് വെഡ്ഡിങ് സാരീസും അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് സിൽക്ക് സാരീസിൻ്റെ ഒത്തിരി കളക്ഷൻസ് എല്ലാം നമ്മൾ ഏത് സാധനം ഒരു ചെറിയൊരു ഐറ്റം കൂടെ കോമൺ അല്ലാത്ത ഐറ്റംസ് കൊണ്ടുവരാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത്. ഇത് കണ്ടോ നല്ലൊരു ഷെയ്ഡ്. ഇതിനൊരു പ്രത്യേക കളർ പറയാൻ പറ്റില്ല. സീ ഗ്രീൻ അല്ല, ഈ കാണുന്ന കളർ തന്നെയാണ്. അടിപൊളി കളർ കോമ്പിനേഷൻ. ഇത് കണ്ടോ നല്ല എലഗൻ ലുക്കിൽ വരുന്ന സാരിയാണ്. ഇതുണ്ടോ കോമ്പിനേഷനാണ്. കാര്യം അത്രയും ഇങ്ങനത്തെ സാരീസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സാരീസ് സിൽക്ക് സാരീസൊക്കെ നമുക്ക് എപ്പോഴും കാണുന്ന കോമ്പിനേഷനായിരിക്കും. നമ്മൾ ഏത് സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം സിൽക്ക് സാരീസൊക്കെ ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ടാവും. എന്നാലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് പോകുമ്പോൾ ആ ഒരു ചിലപ്പോൾ നമ്മൾ കയ്യിലുള്ള കളർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ള കളേഴ്സ് ആയിരിക്കും എല്ലാവരും പർച്ചേസ് ചെയ്യുക. നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ കോമൺ അല്ലാത്ത കോമ്പിനേഷൻസ് തേടി പിടിച്ച് അതുപോലെ തന്നെ വീവേഴ്സിനോടൊക്കെ പറഞ്ഞ് കോമ്പിനേഷൻ ചെയ്ത് കൊണ്ടുവരുന്ന സാരീസാണ് കൂടുതലും നമ്മളെ ഷോറൂമിലുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡർ. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് 12,400 ആണ്. ഇതുണ്ടോ 12,400 12,400 ആണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്.
നല്ല അടിപൊളി സിമ്പിൾ സ്മോൾ ബൂട്ട ഡിസൈനിൽ സെയിം കോമ്പിനേഷൻ തന്നെ. ഇത് കണ്ടോ, ഇപ്പോൾ കാണിച്ച സാരിയുടെ സെയിം കോമ്പിനേഷനിൽ വളരെ എന്താ പറയുക, ചിലപ്പോൾ ഏജ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ലൈറ്റ് ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇതുണ്ടോ, ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡ് കിങ് ഫിഷർ ബ്ലൂ വരുന്ന പല്ലു പോർഷൻ, ബ്ലൗസ് പീസ് അതുപോലെ തന്നെ നല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് അത്യാവശ്യം എല്ലാറ്റിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എടുത്തു വന്നപ്പോൾ എല്ലാം ബ്ലൂ ആയിട്ടുണ്ട്. കാര്യം പൊതുവേ ഞാൻ ഏത് സാധനം പട്ടുസാരി പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ബ്ലൂ കൂടിപ്പോവും. കാരണം എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. പിന്നെ ബ്ലാക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മീൻസ് ഈ കാഞ്ചീപുരത്തും അതുപോലെ തന്നെ വീവേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പൊതുവേ ബ്ലാക്ക് അവർ വീവ് ചെയ്യാറേ ഇല്ല. നമ്മളെ പറഞ്ഞിട്ടാണ് ബ്ലാക്ക് സാരീസ് വീവ് ചെയ്ത് കൊണ്ടുവരാറ്. അപ്പം ബ്ലാക്ക് വേണമെന്ന് പറയുന്നവർക്ക് ബ്ലാക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് വന്നിരിക്കുന്നത് ഫ്ലോറസൻറ്റ് ഗ്രീനാണ്. ഫ്ലോറസൻറ്റ് ഗ്രീനിൽ ബ്ലൂ കോമ്പിനേഷനിൽ ഇതൊരു വന്നിരിക്കുന്നത് അതേ സെയിം റേറ്റ് തന്നെയാണ്, 12,400. നേരത്തെ കാണിച്ചതിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച്. നല്ല ഷെയ്ഡല്ലേ, എപ്പോഴും കാണുന്ന പിങ്ക്, മെറൂണ്, ഗ്രീൻ വിത്ത് പിങ്ക്, റെഡ് വിത്ത് പിങ്ക്, അല്ല റെഡ് വിത്ത് ഗ്രീൻ എന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റായിട്ട് നല്ലൊരു ഷെയ്ഡാണ്. സിൽക്ക് സാരീസിൻ്റെ ഒത്തിരി കളക്ഷൻസ് ലാവീസിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. മലബാറിലുള്ളവർക്ക് ഇതുണ്ടോ, സാരീസ് തേടി ദൂരത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കുറേ ആൾക്കാരൊക്കെ കാഞ്ചീപുരത്തൊക്കെ പോയിട്ട് എടുത്തിട്ട് വരും. അപ്പോൾ അവരെപ്പോഴും നമ്മളടുത്ത് വന്ന് പറയുന്നത് കാഞ്ചീപുരത്തൊക്കെ പോകുമ്പം, കാരണം ഓരോ സ്ഥലങ്ങളിലും അവരവരുടെ ആ ഒരു ട്രെൻഡും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും എല്ലാ കളക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കേരളയിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും നോർത്ത് ഇന്ത്യൻ കളക്ഷൻസ് കിട്ടില്ല. ജയ്പൂരിലെ കളക്ഷൻസ് ഒന്നും കേരളയിൽ ഉണ്ടാവില്ല. കാരണം നമുക്ക് മലയാളീസിന് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ട് വരുന്ന ബോർഡറും കോമ്പിനേഷനും അധികം ജഗപുകയില്ലാത്ത, അതായത് അധികം ഈ ബോഡി ഡിസൈൻസ് ഒന്നും ഉള്ളതൊന്നും നമ്മൾ മലയാളീസിന് അത്ര ഇഷ്ടമല്ല. വളരെ റെയർ ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യൂ. അപ്പം നമ്മൾ കാഞ്ചീപുരത്തൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ തമിഴ് ആൾക്കാരാണ്, അവർക്ക് ഭയങ്കര ഗോഡിയായിട്ട് വെയർ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അങ്ങോട്ടേക്ക് തമിഴ്, കർണാടക, തെലുങ്കിലൊക്കെ നമ്മൾ അങ്ങോട്ട് നാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ പോകുന്ന എല്ലാ ഷോപ്സിലും അങ്ങനത്തെ സാരീസ് ആയിരിക്കും കൂടുതൽ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ബോർഡറൊക്കെ ഭയങ്കര തിക്കായിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. അപ്പം ചിലർ പറഞ്ഞാൽ വെച്ചാൽ ദൂരത്തൊക്കെ പോയി നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ ഒന്നും കുറേ കാണുമ്പോൾ ഒന്നും തിരിയില്ല. അവസാനം ഇവിടെ വന്നിട്ട് ഓരോരോ പീസ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ബ്ലൗസ് പീസിൻ്റെ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. കാര്യം അത് അവരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ചെന്നൈയിലും അങ്ങോട്ടേക്കുള്ള ആൾക്കാർ നമ്മളെപ്പോലെ ലെങ്തി ബ്ലൗസ് അല്ല അവർ യൂസ് ചെയ്യുന്ന ബ്ലൗസ് വളരെ ചെറുതാണ്. അപ്പോൾ അവർക്കൊരു ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഒക്കെ ആകുമ്പോഴേക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കേരളയിലേക്ക് വരുന്ന സിൽക്ക് സാരീസിൽ അതിൻ്റേതായ ഒരു കേരള ടച്ച് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസൊക്കെ വരുവാണെങ്കിൽ ചിലതൊക്കെ 1 മീറ്ററിൽ കൂടുതലും ബ്ലൗസ് പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ പേർക്ക് 20,000 25,000 ഒക്കെ സിൽക്ക് സാരി എടുത്തിട്ട് ബ്ലൗസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറ്റം പറയുന്നതല്ല, നമ്മളത് തിരിച്ചറിയണം. കാരണം എന്ന് വെച്ചാൽ ഓരോ നാട്ടിലും ആ ഒരു സ്റ്റൈലിലായിരിക്കും വീവിങ്ങും അവരുടെ ക്രിയേഷൻസൊക്കെ അവരുടെ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവരുന്നത് നമ്മൾ ഈ നാട്ടിലുള്ളവരുടെ ആ ഒരു ടേസ്റ്റും അവരുടെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള സാരീസാണ് അല്ലെങ്കിൽ കളക്ഷൻസാണ് ഞാൻ എൻ്റെ ഷോറൂമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്ത് തരിക. വിത്തിൻ 48 hours 2 ഡേയ്സിനുള്ളിൽ ഇൻസൈഡ് കേരള നിങ്ങൾക്കിത് കിട്ടും. DTDC അല്ലെങ്കിൽ മീൻസ് കൊറിയർ സർവീസും പോസ്റ്റൽ സർവീസിലും അവൈലബിൾ ആണ്. വീഡിയോ കോൾ വിളിച്ചിട്ട് പുറത്തുള്ളവർക്ക് NRIസിനൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ടൈം നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. മാക്സിമം എല്ലാവരും ലാവിസ് ഡിസൈൻസ് ഷെയർ ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഡെയിലി വീഡിയോ കാണാറുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തോന്ന് പറഞ്ഞാൽ അയ്യോ അത് ഓർത്തിട്ടില്ല എന്നാണ് പറയാറ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.